ചൂടാ ഉപ്പുണ്ടാ നോക്ക്. ചൂടാ ചൂടെന്ന് പറഞ്ഞാൽ എന്താ ചൂടാണെന്ന് അല്ലേ? അമ്മച്ചി ഉറങ്ങിയാട്ടെ ഞാൻ അമ്മച്ചി കൊടുക്കാതെ തിന്നെന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി പോണ കേട്ടോ. മീൻ വെച്ചിട്ടുണ്ട്, മീൻ വറുത്തത് വെച്ചിട്ടുണ്ട്. ഓ ചൂടാണോ? അടിപൊളി. ടീം എല്ലാവർക്കും നമസ്കാരം കേട്ടാ. 2 ചിമ്മിട്ടൻ കിളിമീൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന മീൻ ഞാൻ പറയും, പിന്നെ ഞങ്ങൾ എല്ലാരും പറയും, പിന്നെ ചെങ്കലവ എന്ന് പറയും. ചെങ്കലവ. അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ മീനിനെ എന്താ പേര് വിളിക്കണമെന്ന് വെച്ചാൽ പറയണം കേട്ടാ. ചേട്ടാ അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ക്ലീൻ ചെയ്ത് തരട്ടെ? നീ ക്ലീൻ ചെയ്യോ? ഞാൻ കുളിച്ചു പോയിട്ടോ. അപ്പൊ ഇതൊക്കെ നീ ഒരു കാര്യം ചെയ്യ്. ഈ മീൻ ഒന്ന് മുളകിട്ടും വെക്കണം, ഒരെണ്ണം വറുക്കുകയും ചെയ്യണം. അപ്പൊ റെഡി ആയിക്കും. ഞാൻ ഇവിടെ റെഡിയാക്കാം. അപ്പൊ ഞാൻ സിംഗിളിട്ടേ കുറേ നാളായി നമ്മുടെ മീൻ വെട്ടിയിട്ട്. ഇതണ്ട രണ്ടും കൂടി ഒരു 1.5 കിലോ ഉണ്ട് കേട്ടാ. ഇത് ഭംഗിയല്ലേ ഇത് കാണാനുണ്ട്. അപ്പം ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ തുടങ്ങണേ കേട്ടാ. ഇത് നമ്മളുണ്ടാക്കിയ സാധനമുണ്ട്. ഇത് കണ്ടാ ചിലമ്പുകളാണത് ആയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? കത്രിക വേണം. കത്രി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കത്തി വേണം നമുക്ക്. കത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിറകെ മുള്ള് കെട്ടി കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ചിലമ്പുകൾ ചെയ്യാൻ മാത്രം ഇത്തിരി പണിയുള്ളൂ. ഇതുകൊണ്ട് ഈ കളർ കണ്ട ഫ്രഷ് മീനാണെങ്കിൽ ഈ കളർ ഉണ്ടാവുള്ളൂ. ചെകളപ്പം ഞാൻ കുളിച്ച് കാണിച്ചു തരാം. ചെകളയും കാണാനില്ല. ഇതിൻ്റെ ഇതുണ്ടോ കളറുണ്ട് കേട്ടോ. ഇതാണ് ഫ്രഷ് മീൻ കുളിച്ചിരുന്ന ഈ കളറായിരിക്കും റെഡ്, അല്ലെങ്കിൽ വേറെ തരം കളറായിരിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഇതുണ്ട് സൈഡ് കറിയേ. തരക്കറിയാമോ ഇത് കട്ട് ചെയ്യാൻ? അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പം അവരെ അറിയുള്ളൂ. നമുക്കിട്ട് പണി വെച്ചല്ലേ. ഒരുപാട് മീൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം അമ്മച്ചിക്ക്. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ലല്ലേ? ഞാൻ കട്ട് ചെയ്യണം. കണ്ടിട്ടുണ്ടല്ലോ, മത്തി കട്ട് ചെയ്തിട്ടുണ്ട്. മത്തി പോലെയാണ് ഇത്. മത്തിയല്ല, വേറൊരു മീൻ ചേട്ടൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് മീനാ? പേരറിയത്തില്ല. സിലോപ്പിയ അങ്ങനെയുള്ള ഒരു മുള്ളുള്ള. നിന്റെ വീട്ടിൽ ആരാണ് മീൻ കട്ട് ചെയ്യണ? മമ്മിയാ. മമ്മി. പക്ഷേ അല്ലേ എനിക്ക് മത്തിയൊക്കെ വെട്ടറിയാട്ടോ. മത്തിയൊക്കെ ചെയ്യും. ഇത്ര വലിയ മീനൊന്നും കട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ ഇതിന്റെ ചെറിയ മീനാണ് നമ്മുടെ അവിടെ കിട്ടുന്നത്. എന്ത് മീനാ? ഇതിന്റെ ഈ ചുവന്ന മീനിന്റെ ചെറുതുണ്ട്, ഇത്രയും വലുപ്പമില്ല. ഇത് ചെറുതും പോലത്തൊക്കെ ഉണ്ട്. ആ മീന് കട്ട് ചെയ്യാൻ അറിയാം. ഇതേണ്ടാ, ഇതേ എന്റെയൊക്കെ ചെറുപ്പത്തിലേ കഥ പറയാത്ത വീഡിയോ ഇല്ലല്ലോ നമ്മളെ. അമ്മച്ചി വീഡിയോ എടുക്കണ കാലത്തെ വീഡിയോ കൊടുത്തിട്ട് വരും. തോപ്പുമ്പോഴേ അന്തി മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഈ മീൻ മാത്രമായിട്ടേ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. ഇതായിരിക്കും വേണ്ടായിരുന്നു മീൻ. ആരും മേടിക്കൂലായിരുന്നു. മധുരമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കൂലായിരുന്നു. അപ്പൊ ഞങ്ങള് എൻ്റെ കയ്യിൽ നിസ്സാര പൈസ ഉണ്ടാവുള്ളൂ. ആരും മേടിക്കാത്ത മീനായതുകൊണ്ട് ഒരു കവർ നിറച്ച് മീൻ മേടിച്ചിട്ട് വരും. അതിന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മച്ചി ഇത് തിളപ്പിച്ച് തരുമായിരുന്നു. ആ ഓർമ്മ ഇതണ്ട, നല്ല ഓർമ്മകൾ. പിന്നെ ചെതമ്പലൊക്കെ കളഞ്ഞത് കട്ട് ചെയ്യാം നമുക്കിത്. നിന്റെ റെഡിയായോ നിന്റെ സാധനങ്ങളൊക്കെ? ഞാൻ കട്ട് ചെയ്തോണ്ടിരിക്കും കേട്ടോ. കട്ട് ചെയ്തു. കുറച്ച് പോരെ ഉള്ളി? കുറച്ച് മതി. അപ്പോൾ ഈ ചെതമ്പലുകളാണ് സാധനം ഉണ്ടാക്കിയെടുത്തേണ്ട. ഇതുള്ളതുകൊണ്ട് എളുപ്പമാണ്. ഇതുണ്ട് ഇവിടുത്തെ ഇങ്ങനെ നാടിങ്ങോട്ടൊന്നും കാണിച്ചു കഴിഞ്ഞാൽ ചെതമ്പലെല്ലാം പോകും. ഉണ്ടാ, ഇത് സ്ക്രൂ ആണ്. ഇത് സ്ക്രൂ. ഇത് ദുബായിലൊക്കെയാണ് ആദ്യം ഇങ്ങനെ കണ്ടത്, പെട്ടെന്ന് ചെലമ്പ് കളയാൻ വേണ്ടി. വലിയ മീനും പറ്റുള്ളൂ ഇട്ടത്, ചാളക്കൊക്കെ ഒന്നും പറ്റില്ല. ഇതുണ്ടാവും ഒരു സൈഡ് 30 സെക്കൻഡ് കൊണ്ട് റെഡിയായി. അടുത്ത സൈഡ് ഇത് ഞാൻ പലതവണ കാണിച്ചിട്ട് ഇത് വെച്ച് ക്ലീൻ ചെയ്യണത്. ഇത് ക്ലീൻ ചെയ്ത് വയറിലൊക്കെ കുടലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് താരക്ക് കൊടുക്കും. താര നന്നായിട്ട് കറി വെച്ചും വറുത്തൊക്കെ ഇങ്ങനെ തരും.
അപ്പോൾ വെട്ടിയൊക്കെ കഴിഞ്ഞിട്ടാ വറുക്കാൻ വേണ്ടി 3 കഷ്ണം 4 കഷ്ണം ഉണ്ടാ. സാധാരണ എല്ലാവരും വറുക്കണ പോലെ തന്നെ ഉണ്ടാകും മസാല വെട്ടിയേക്കണം. പ്രത്യേകതയൊന്നുമില്ല. ഫ്രഷ് മീനായതുകൊണ്ട് എങ്ങനെ വറുത്താലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താര ഇവിടെ മീൻ മുളകിടാൻ പോകും. എന്തൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി, ആ ഇഞ്ചി, പച്ചമുളക്, ആ പിന്നെ 3-4 ചുവന്നുള്ളി, പിന്നെ കടുക്, പിന്നുള്ളത് ഉലുവ. അപ്പോൾ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് താര വെക്കണ മീൻ കറി. പ്രത്യേകത ഈ മീൻ കറിക്കൊന്നുമില്ല, അത് തന്നെയാണ് ആ കറി. ഈ മീൻ കറിക്ക് ഒന്നുമില്ലേ? അപ്പോൾ ഒന്നും കൂടി വാഷ് ചെയ്യണ്ട. 5-8 പ്രാവശ്യം വാഷ് ചെയ്തതാ. വീട്ടിലേ കത്തി പോരാ, അതുകൊണ്ട് തലയെടുക്കാൻ പറ്റിയില്ല, തലയെടുത്തില്ല. ഇപ്പോൾ രാത്രി മീൻ മേടിച്ചിട്ട് വരുമ്പോൾ തന്നെ വെച്ച് കഴിച്ചാലാണ് ഉറക്കാൻ വരുള്ളൂ. പണ്ട് തുടങ്ങിയുള്ള ശീലമാണ്. നീ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? ആ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലല്ലേ പപ്പ ഇതുപോലെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ മീൻ കൊണ്ടുവരും കേട്ടോ. അവരെ മമ്മി ഇതുപോലെ രാത്രി കറി വെക്കും. അപ്പൊ ആ സമയങ്ങളിൽ ഞങ്ങൾ ഇരുന്ന് ഇപ്പൊ അതുപോലെ കൊച്ചല്ല നീ ഇപ്പൊ അല്ല ആ സമയത്ത് അപ്പൊ ഞങ്ങള് വെറുതെ ഇരുന്ന് അപ്പൊ ഞാനിത് ഓർക്കുമായിരുന്നു. നീ പച്ചോളം ഇരുന്നു. ഇവിടെ എന്താ ഇരിക്കുന്നുണ്ട്? എന്താ അതെ ഇപ്പൊ എന്താ ഇട്ടാ? ഇപ്പൊ നമ്മള് കുരുമുളക് ഒന്ന് വാഷ് ചെയ്തേക്കണേ. വാഷ് ചെയ്യണോ? ഈ സാധനം ഇടുമ്പോഴേ എഴുതി ഇങ്ങനെ ചെറുച്ചോട്ടെ, കുഴപ്പമില്ല. ഫ്ലേവർ കിട്ടും. പച്ചോളവും പേപ്പറും ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ. അപ്പം നല്ലൊരു മണം വരും കേട്ടോ. മണം വേണ്ട, നല്ല മണമുണ്ട്. ഒന്ന് കഴുകാവോ? ഇടാനാണ് ഇപ്പം ഇടാനാണോ? ഒന്ന് കഴുകിയത് ഇപ്പം ഇടാനല്ല, കുറച്ച് കഴിയുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുകി നമുക്ക് ഒരു ഇതിൽ വെക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ പൊടികൾ ഇടാൻ പോവാ കേട്ടോ. പൊടികൾ ഇട്ടോളൂ. കുറച്ച് കാശ്മീരി കൂടി ഇടാം കേട്ടോ. അത് നമ്മുടെ മറ്റേ അവിടെ നിന്ന് അയച്ചു തന്നെയല്ലേ? ആ ഫ്ലേവറോ ഫ്ലേവറോ നല്ല കളറാണ് കേട്ടോ. അത് എരിവുണ്ടാവില്ല, നല്ല കളറായിക്കോളൂ കറിക്ക്. ഇടുവാണേ. എന്തൊക്കെ ആ പൊടികൾ എന്തൊക്കെയുള്ള? മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരിയും സാധാ മുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ? കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. നമുക്ക് നന്നായിട്ട് ഞങ്ങൾ മല്ലിപ്പൊടി ഇടൂല. ഞങ്ങള് പിന്നെ ഉലുവ ഇടൂല, കടുവ ഇടൂല. ചിലപ്പോ ഇടാറുണ്ട്. അതായത് ചില മീനൊക്കെ മല്ലിപ്പൊടി ഇടാറുണ്ട്, ചിലതിൽ ഇടാറില്ല കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതിയല്ലേ? വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചേക്കും കേട്ടോ ചേട്ടൻ. വെള്ളം ഒഴിക്കണം ഇത്തിരി. എണ്ണ തെളിയട്ടെ. അമ്മച്ചിയുടെ കയ്യിലോണ് എണ്ണ തെളിയട്ടെ. എണ്ണ തെളിയട്ടെ. എണ്ണ അറിയുള്ളൂ. ഉപ്പിടാലോ? ഇവിടെ കല്ലുപ്പിടാ. മതിയാ? കുറച്ചിട്ടാ മതി, അല്ലെങ്കിൽ കഴിക്കും. മതി. അപ്പൊ നന്നായിട്ട് എനിക്കാണെങ്കിൽ മീൻകറിക്ക് കുറച്ച് ഓവറായിട്ട് ഗ്രേവി ഒന്നും വേണ്ട, കുറച്ച് കുറുകിയിരിക്കണം. ചേട്ടാ എനിക്ക് തിളപ്പിക്കലായോണ്ടേ ഇവിടെ ഇത്തിരി ചാറൊക്കെ ഉണ്ടാവും. പക്ഷെ നിന്റെ വെക്കല് നല്ല അടിപൊളിയാ. താരടേ മുളകിട്ട് വെക്കല് തിളപ്പിക്കനെക്കാട്ടും ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞങ്ങളിപ്പോ തിളപ്പിക്കല് മാറ്റി മുളകിടലാണ് ഇപ്പൊ. കടമ്പനാട് സ്റ്റൈല് പരിപാടിയാണ് ഇപ്പൊ. അതെ. ഇനി എന്താ ഇടണ്ട? ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഒഴിച്ചോ. തിളക്കട്ടെ കേട്ടോ. പുളി ഇടാറായ? തിളക്കുമ്പോ നമുക്ക് പുളി ഇടാം കേട്ടോ. തിളക്കുമ്പോ ഇടാൻ പാടില്ല അല്ലേ? തിളക്കട്ടെ. കുറച്ചും കൂടി ഒഴിച്ചു വെള്ളം. ഒഴിച്ചോട്ടെ. ഗ്രേവി വേണമല്ലോ, കുറുകിക്കോളും. ഉപ്പുണ്ടാ നോട്ടെ ഇത്തിരി. ലേശം വേണോ? ഇല്ല, കറക്റ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇതോട് കുറച്ച് തിളയ്ക്കുമ്പോഴേക്കും പുളി ഇടാം കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. വറക്കാണോ പരിപാടി? അതൊക്കെ വറക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാവോ? കുറച്ച് വെള്ളം ഒഴിക്കണം. എന്താണെന്നറിയോ, കുറച്ച് നേരം ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടി. മതി. വെള്ളം ഈ നമ്മളെ മീനിടുമ്പോ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരുപാട് ഗ്രേവി ആയി പോലെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. കൂട്ടി വെക്കാം വറുക്ക തിളച്ചിട്ട് മീനിടാം. മീൻ വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രം വെക്കാം. നേരത്തെ ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പാത്രത്തിൽ. വെക്കട്ടെ?
അല്ല രാവിലത്തെ കറി അങ്ങനെ എടുത്ത് മാറ്റിക്കും. മാറ്റാം, ഞാൻ മാറ്റാം. നമുക്കിവിടെ കുറച്ച് സ്പേസ് ഒക്കെ കുറവാണ് കേട്ടോ. ഇത്ര സ്പേസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, അതന്നെ വലിയ ഭാഗ്യം. നമ്മളതിനുള്ള വഴി ഉണ്ടാക്കുന്നുണ്ടല്ലേ. കാരണം ഈ ഒരു ഗ്യാസ് കുറ്റി ഇവിടെ ഇരിക്കുമായതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസ് കുറ്റിയൊക്കെ മാറ്റാനുള്ള പരിപാടി, പുറത്തു വെക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ ടോട്ടലി ഒന്ന് ചേഞ്ച് ആക്കാൻ പോവാം. വർക്ക് ഏരിയ പണിതിട്ടുണ്ട്. അപ്പം അതിന് ഷെൽഫ് വെച്ചിട്ടില്ല. അതിന് ഷെൽഫ് വെക്കാൻ നേരത്തെ ഈ പാത്രങ്ങളെല്ലാം അങ്ങോട്ട് മാറും. അപ്പം നമുക്ക് മീൻ വറക്കാട്ടോ. മീൻ വറക്കണ മുമ്പേ കറിവേപ്പില എടുത്തേ, പൊടിക്കയ്യണം അതൊക്കെ. ശരിക്കും കറിവേപ്പില കൊണ്ടുവരുമ്പോ വാഷ് ചെയ്ത് ഉണക്കി വെക്കണം. ഇപ്പൊ ഇങ്ങനെ കഴുകി നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ പൊട്ടിത്തെറിക്കും ഇടുമ്പോ. ഇങ്ങനെ നേരിട്ട പോരെ. വെള്ളം ഉണ്ടാകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കണം. മീനിട്ടോ? ആ, മീൻ നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മച്ചി ഉറങ്ങി? അമ്മച്ചി ചോറ് കഴിച്ചു കേട്ടോ. ഇവിടെ തിളച്ച് ഞാൻ ഇട്ടോട്ടെ? മീൻ ഇട്ടോട്ടെ? മീനിട്ടോ. നമ്മൾ പുളി ഇട്ടായിരുന്നോ? പുളിയൊക്കെ ഇട്ട് നമ്മ ഇത്തിരി വലിയ കഷ്ണമൊക്കെ ആയിട്ട് എടുത്തേക്കണ. എനിക്കിത് വലുതാണ് ഇഷ്ടം. നമ്മള് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം കേട്ടോ. ചാറ് കൂടുതലാണ് എനിക്ക് തോന്നണം. ആ, ഞാനേ വലിയ കഷ്ണമാക്കിയത്. അപ്പൊ ഈ മീനൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ മീൻ തിളച്ച് ഈ മീൻ ഫ്രൈ ആക്കിയാണ്ട് ഇത് ചോറ് കഴിക്കണം അല്ലേ? അതിന്റെ കാത്തിരിപ്പാണ്. അതിന്റെ കാത്തിരിപ്പാ അല്ലേ? റെഡി ആവട്ടെ അല്ലേ? റെഡി ആവട്ടെ. ഞാനേ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു കേട്ടോ, ഉപ്പ് കറക്റ്റ് ആണോന്ന്. അപ്പോഴറിഞ്ഞത് പുളി ഇട്ടിട്ടില്ല, മറന്നുപോയി. പുളി ഇടാൻ മറന്നു കേട്ടോ. ഞാനിടത്തെ ഞാൻ സാധാരണ ഒന്നും മറക്കാത്ത പുളി മറന്നുപോയി. കുടംപുളി ഇടാം. നീ കണ്ടുപിടിച്ചത്? കണ്ടുപിടിച്ച് പുളിയല്ലേ മെയിൻ. എന്താ ഈ മരത്തിന്റെ ഇത് ഉപയോഗിക്കരുത്. അത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ല തവി എടുക്കുക. നല്ല തവിയാണെങ്കിൽ എന്താ ചാറൊക്കെ കോരി മാറ്റാം നമുക്ക്. എന്താ അയ്യോ ഇത്ര വലുത് വേണോ? ഇരുന്നോട്ടാ. എന്താ ചാറൊക്കെ ഒഴിച്ച് മൂടി വെച്ചോ. മൂടി വെക്കട്ടെ. ശരിക്കും ഒന്ന് വെന്ത് കൊടുത്താ. പുളിയിടാൻ മറന്നു നേരത്തെ. അപ്പൊ നമ്മുടെ മീൻകറി റെഡിയായി നോക്കട്ടെ താരെ. നോക്കിക്കോ. വാ, കളർ നോക്കിയേ, സൂപ്പർ. വറുത്ത ശരിയാ? ഫ്രൈ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. മറിച്ചിട്ട് ഒന്നും കൂടി. വാവ്, ചിക്കൻ വറുത്ത പോലേക്ക്. നല്ല ഉഗ്രൻ മീൻ. എന്തിനാ പറയുക? മുളകിട്ടത്. അപ്പൊ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. അപ്പൊ ഇത് ചോറ് കഴിക്കാൻ വേണ്ടി പോണേണ്ട. കളർ കണ്ട അടുക്കാട്ടിട്ടോ. ചാറ് ഗ്രേവി ഇങ്ങനെ കുറച്ച് ഇതിപ്പോ കൊച്ചി സ്റ്റൈൽ തിളപ്പിക്കൽ പോലെ ആയെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് വറ്റിച്ചെടുക്കാം. കുറച്ചും കൂടി വറ്റാനുണ്ട്. മീൻ വറുത്തത് സൈഡിൽ മതിയോ? താര ഇപ്പൊ കഴിക്കുന്നില്ല കേട്ടാ. കഴിച്ചോ? എനിക്ക് ഇത് ലൈവായിട്ട് കഴിക്കാൻ ഇഷ്ടം. ചോറ് തിന്നോക്കൂ. ഇത്തിരി ചൂടാ. ഉപ്പുണ്ടാ നോക്ക്. ചൂടാന്ന് പറഞ്ഞാ എന്താ? ചൂടാണെന്ന് അല്ലേ? അമ്മച്ചി ഉറങ്ങിയാട്ടെ. ഞാൻ അമ്മച്ചി കൊടുക്കാതെ തിന്നെന്ന് പറയുന്നത്. മീൻ നിനക്ക് തന്നില്ല. ഊതട്ടെ? നിന്റെ കൊതി കിട്ടും. എന്നാ എങ്ങനുണ്ട്? ഇപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി പോണേട്ടാ. മീൻ വെച്ചിട്ടുണ്ട്, മീൻ വറുത്തത് വെച്ചിട്ടുണ്ട്. ചൂടാണോ?
അടിപൊളി സൂപ്പർ നല്ല ഫ്രഷ് മീനാണ് ടേസ്റ്റ് താങ്ക് യു. ഉണ്ടോ കഴിക്കണോ? കഴിച്ചോ മതി മതി. ആ ഉണ്ട് കൊള്ളാം. ക്യാമറമാനാ ചെയ്യാണ്ട പജി കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.